إن الحمد لله ذي العز والسلطان والكرم والإحسان والعلم والعرفان، وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد، يحيي ويميت وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الذي أرسله بدين الحق بشيرًا ونذيرًا وداعيًا إلى الله سراجًا منيرًا لينذر من كان حيًّا ويحق القول ولو كره الكافرون. اللهم صل وسلم وبارك على سيد المرسلين وإمام الأنبياء وسيد العالمين رحمة للعالمين محمد صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയോടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. ജുമുഅ നമസ്കാരത്തിന് വേണ്ടി സംഗമിച്ചവരാണ് നാം. ജുമുഅ എന്ന അറബി പദത്തിന്റെ അർത്ഥം സംഗമം, കൂട്ടായ്മ എന്നെല്ലാമാണ്. ഇസ്ലാമിൽ ജുമുഅ നമസ്കാരത്തിന് വ്യക്തവും യുക്തവുമായ വ്യക്തിപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ ആശയതലങ്ങളുണ്ട്. ഓരോ പ്രദേശത്തെയും സത്യവിശ്വാസികൾ ഒരു സ്ഥലത്ത് സംഗമിക്കണം, ഒരുമിച്ചിരിക്കണം, അണിചേരണം, ഒന്നായി പ്രാർത്ഥിക്കണം, അടുത്ത ഒരാഴ്ചക്കുള്ള ഈമാനികമായ ഊർജം ഖുത്ബയിൽ നിന്ന് ശേഖരിക്കണം. വിശ്വാസി സഹോദരങ്ങൾ പരസ്പരം ദുഃഖങ്ങളും സുഖങ്ങളും പരസ്പരം കൈമാറണം, ഒരുമിച്ച് കൂടണം, അവരുടെ സംഘശക്തി ശക്തി പ്രാപിപ്പിക്കണം, സഹോദര്യം പുഷ്ടിപ്പെടുത്തണം എന്നെല്ലാം ഈ ജുമുഅയുടെ ആശയതലങ്ങളിൽപ്പെട്ടതാണ്. ഓരോ ജുമുഅയും സത്യവിശ്വാസിക്ക് കൂടുതൽ കരുത്തും ഭക്തിയും തഖ്വയും നൽകേണ്ടത്. അങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാം ജുമുഅയാണ്. ജുമുഅക്ക് വരുമ്പോഴുള്ള മനുഷ്യരല്ല തിരിച്ചു പോകേണ്ടത്. ജുമുഅക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഈമാനിന് പരക്ഷയം ഉണ്ടായിരുന്നുവെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ശക്തിയുള്ള ഈമാനുമായി നാം തിരിച്ചു പോകണം. നമ്മുടെ സാംസ്കാരികമായ
പോറലുകളും ഏറ്റ വിധത്തിലാണ് ജുമുഅക്ക് വരുന്നുവെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ആ ന്യൂനത പൂർണ്ണമായും പരിഹരിച്ചിരിക്കണം. സ്വഭാവം നന്നായിരിക്കണം, തഖ്വ വർദ്ധിച്ചിരിക്കണം, മനസ്സിന് സമാധാനം ലഭിച്ചതായിരിക്കണം. നമ്മുടെ എല്ലാം ജുമുഅയുടെ പങ്കാളിത്തം അങ്ങനെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ജുമുഅ ദിവസങ്ങളിൽ ഏറ്റവും വിശിഷ്ട ദിനമായിട്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ എന്നാണ് റസൂലിന്റെ വിശേഷണം. സൂര്യോദയം നടന്നിട്ടുള്ള ദിനങ്ങളിൽ അതിവിശിഷ്ടമായ ദിനം വെള്ളിയാഴ്ച ദിനമാണ്. കാരണം ആ ദിനത്തിലാണ് ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ ദിനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം സാധ്യമായത്. വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. വെള്ളിയാഴ്ചയുടെ സവിശേഷത അവസാനിക്കുന്നില്ല, അന്ത്യനാൾ വരെ അത് നിലനിൽക്കുന്നതാണ്. ഓരോ വെള്ളിയാഴ്ചകളായി വിശ്വാസി വ്യൂഹം അവരുടെ മഹല്ലുകളിൽ ഒരുമിച്ച് അവർ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഖുതുബ കേൾക്കുന്നു, ഈമാനികമായ ഊർജം അവർ ശേഖരിക്കുന്നു. അങ്ങനെ ലോകാവസാനം വരെ ഉണ്ടാവുക ഈ വെള്ളിയാഴ്ചയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച കാര്യമാകുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ആഘോഷ ദിനമാണ് എന്നും ഹദീസുണ്ട്. ഇന്ന ഹാദാ യൗമുൻ ഈദ്, ഇന്ന ഹാദാ യൗമു ഈദ് ജഅലല്ലാഹു ലിൽ മുസ്ലിമീൻ. തീർച്ചയായും അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ആഘോഷ ദിനമാണ്, പെരുന്നാൾ ദിനമാണ് വെള്ളിയാഴ്ച. ആഴ്ചയിൽ ഒരു ദിവസം ആഘോഷമുണ്ടെങ്കിൽ, ആഴ്ചയിൽ ഒരു ദിവസത്തിന് നാം പുണ്യം നൽകുന്നുവെങ്കിൽ ആ നൽകൽ വെള്ളിയാഴ്ചക്കായിരിക്കണം എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥനയുടെയും പ്രാദേശികമായ വാരാന്ത സമ്മേളനത്തിന്റെയും കൂട്ടായ്മയുടെയും ദിനമാകുന്നു. ഈ ദിനത്തെ സംബന്ധിച്ച് നമസ്കാരത്തിന് പങ്കെടുക്കാൻ ഖുർആൻ വ്യക്തമായി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, ജുമുഅയുടെ ബാങ്ക് മുഴക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വ്യവഹാരങ്ങൾ നിർത്തിവെക്കുക, വളരെ വേഗത്തിൽ ഖുതുബ കേൾക്കുവാൻ പോവുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ. ഇതാണ് ഈ ആയത്തിന്റെ സാരം. പ്രിയപ്പെട്ടവരെ, വേഗം പോവുക എന്ന് പറഞ്ഞതിന്റെ സാരം എന്താണ്? വേഗത്തിൽ ഖുതുബ കേൾക്കാൻ പോവുക എന്നതിന്റെ സാരം ഓടിപ്പോവാനല്ല, ധൃതിയിൽ നാം നടന്ന് നീങ്ങുകയല്ല, മറിച്ച് വളരെ പെട്ടെന്ന് തന്നെ മസ്ജിദിൽ എത്തണമെന്ന ബോധം നേരത്തെ മനസ്സിൽ ഉണ്ടാവുകയും അതിനുള്ള ഒരു പ്ലാനിംഗ് തന്റെ അന്നത്തെ പ്രഭാതം മുതൽ ഉണ്ടായിരിക്കണം എന്നുകൂടിയാണ്. ഓടിപ്പോവലിനെ പ്രവാചകൻ വിലക്കിയുണ്ട്. ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയാണ്: അമാ വല്ലാഹി മാ ഹുവ ബിസ്സമഇ അൽ അഹദാ വലഖദ്ഹു അയ്യതു സ്വലാത ഇല്ലാ വഅലൈഹി അസ്സകീന വൽ വഖാ വലാകിന്ന ബിൽ ഖുലൂബ് വൻ നിയ്യതി വൽ ഖുശൂ. ഇമാം ഹസൻ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ഹദീസിന്റെ വ്യാഖ്യാനമായി ഈ ഖുർആൻ വാക്യത്തിന്റെയും വ്യാഖ്യാനമായി അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇവിടെ സഈ എന്ന് പറഞ്ഞാൽ വേഗം പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേഗത്തിൽ നടക്കാനില്ല. ഹൃദയ സാന്നിധ്യത്തോടെയും ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും കൂടെയും അച്ചടക്കത്തോടു കൂടെയും ജുമുഅ
വെള്ളിയാഴ്ച ജുമുഅയിൽ വിശ്വാസിയുടെ മനസ്സിൽ നേരത്തെ തന്നെ സ്ഥലം പിടിക്കേണ്ടതുണ്ട്. പ്രവാചകചര്യ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതേ സഹോദരങ്ങളെ, ജുമുഅക്ക് നേരത്തെ തന്നെ നാം നിയ്യത്ത് വെച്ച് കുളിക്കേണ്ടതുണ്ട്. അഥവാ വെള്ളിയാഴ്ച പ്രത്യേകം കുളിക്കൽ സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ജുമുഅക്ക് പ്രത്യേകം കരുതിക്കൊണ്ട് നിങ്ങൾ കുളിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ആ സുന്നത്ത് കുളിയുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, കഴിയാവുന്നിടത്തോളം കഴിവിന്റെ പരമാവധി ശുചിത്വം വരുത്തി വൃത്തിയായി ഭംഗിയായി മസ്ജിദിൽ എത്തിച്ചേരുക എന്നാണ് ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ വയതതക്കറു മസ്തതാഅ മിൻ തുഹരി വയദ്ദഹിന മിൻ തുഹരിഹി ഔ യമുസ്സ മിൻ തീബി ബൈതിഹി ثم يخرج فلا يفرق بين الاثنين ثم يصلي ما كتب له ثم يلصق إذا تكلم الإمام إلا غفر له ما بينه وبين الجمعة الأخرى. ജുമുഅക്ക് വേണ്ടി സത്യവിശ്വാസികൾ കുളിക്കേണ്ടതുണ്ട്. മാത്രമല്ല, എത്ര കണ്ട് വൃത്തിയാകാൻ പറ്റുമോ അത്രയും വൃത്തിയാവേണ്ടതുണ്ട്. ശുചിത്വം അത്രയും വലുതാണ്. കാരണം ഈമാനിന്റെ പകുതിയാണല്ലോ ശുചിത്വം. ഈമാൻ എന്ന പ്രവാചകന്റെ മറ്റൊരു വചനം ഇവിടെ സ്മരണീയമാണ്. പ്രിയപ്പെട്ടവരെ, എണ്ണ തേക്കണം, തലമുടിയിൽ എണ്ണ തേക്കണം. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു, തലമുടി വളർത്തുന്നവൻ ആ മുടി വാർന്നു നിൽക്കാൻ തയ്യാറില്ല എങ്കിൽ അയാൾക്ക് മുടി വളർത്താൻ അധികാരമില്ല, അവകാശമില്ല. മുടി വളർത്തുന്നുവെങ്കിൽ മുടിയിൽ എണ്ണ തേക്കണം, എണ്ണ തേച്ച് വാർന്നു നിൽക്കണം. നോക്കൂ, ഇതൊക്കെ ഇബാദത്താണ്, ഇതൊക്കെ ദീൻ പഠിപ്പിച്ചതാണ്. ദീനിന്റെ സൗന്ദര്യം എത്ര വലുതാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സുഗന്ധം പൂശിയിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. സുഗന്ധം എന്ന് ഫ്ലവർ തെറാപ്പി ചികിത്സയിലെ ഒരു പ്രധാന ഘടകമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ തെറാപ്പിയിൽ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കലും അതുപോലെ അതിന്റെ സുഗന്ധം ആസ്വദിക്കലും കൂടി അതിലൂടെ മനുഷ്യന് മാനസികമായ ആരോഗ്യം നേടിയെടുക്കാം എന്നാണ് ആ തെറാപ്പിയുടെ ആളുകൾ പറയുന്നത്. ഇവിടെ സുഗന്ധം പൂഷണം വെള്ളിയാഴ്ച പ്രത്യേകം അഥവാ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകുന്ന സുഗന്ധമല്ല. ചില സുഗന്ധങ്ങൾ പൊതുവായി തീരെ താല്പര്യമില്ലാത്ത, പൊതുവായി അംഗീകരിക്കപ്പെടാത്തതും തനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടതുമാണ് എങ്കിൽ അത് വർജിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സുഗന്ധമായിരിക്കണം നാം പൂശേണ്ടത്. പിന്നെ പള്ളിയിലേക്ക് വരണം. പള്ളിയിലേക്ക് വന്നിട്ട് അവരുടെ മുമ്പിൽ കാണുന്ന സ്ഥലത്തിരിക്കണം. എന്നാൽ രണ്ടാളുകളുടെ ഇടയിൽ വിടവുണ്ടാക്കിയിട്ട് വേർതിരിച്ചിട്ട് മുന്നിലൂടെ ചാടിക്കടന്ന് മുമ്പത്തെ സ്ഥലത്തിൽ പോയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന് ഇസ്ലാം പഠിപ്പിച്ചത് വരുന്ന ആളുകളൊക്കെ നേരത്തെ വന്നുകൊണ്ട് ഇരിക്കണമെന്നാണ്. അങ്ങനെ മറ്റുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുകല്ലിമു അസ്ഹാബഹു വയഖുസ്സു ശാരിബഹു യൗമൽ ജുമുഅ ഖബല അൻ യറൂഹ ഇല സ്വലാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് ജുമുഅക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നഖം മുറിക്കുമായിരുന്നു, മീശ വെട്ടുമായിരുന്നു. അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു. മീശ വെട്ടണം, നഖം മുറിക്കണം. ഇത് പ്രവാചകന്റെ ചര്യയാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു, കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും നീക്കം ചെയ്യണം. നാം വെട്ടാതെ നീട്ടിയുള്ള നഖത്തിനുള്ളിൽ ബാക്ടീരിയകളും രോഗാണുക്കളും കുമിഞ്ഞുകൂടും എന്ന കാര്യം ഇവിടെ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം സുന്നത്തായ അമലുകൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യപരമായ സൽഫലങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സുന്നത്തായി പറഞ്ഞ ചില സംഗതികളെല്ലാം തന്നെ പരിശോധിച്ച് നോക്കൂ. മുടിയിൽ എണ്ണ തേക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മുടി ചീകിയൊതുക്കുക. മുടി ചീകിയൊതുക്കാൻ കഴിയാത്തവർ മുടി വളർത്തണ്ട എന്നാണ് പറഞ്ഞത്. നീട്ടാൻ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥകൾ എന്താണ്? നീട്ടാൻ പറഞ്ഞ താടി
ദിവസവും പഠിക്കുകയും നീക്കാൻ പറഞ്ഞവ നീട്ടിയിടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമല്ലേ നാം എല്ലാം സ്വീകരിച്ചു വരുന്നത്. ഞാൻ ഓർത്തു പോകുന്നത്, ഒരിക്കൽ ഒരു ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്തിനെ കാണാൻ പോയതാണ്. അദ്ദേഹം ഷേവ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഷേവ് ചെയ്ത ശേഷം നീട്ടി വളർത്തിയ കച്ചരോമം നിത്യാഗ്രിയും പുരട്ടിക്കൊണ്ട് ഓമനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, ഈ രോഗം പഠിക്കാൻ നീക്കം ചെയ്യാനുമാണ് മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇസ്ലാമിക സംസ്കാരം അതാണ്. താങ്കൾ പഠിച്ചത് അത് പഠിക്കാതിരിക്കാനുമാണ് നല്ലത്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന്. അപ്പോൾ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കുളി, എണ്ണ ഉപയോഗിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, കഴിയുന്ന അത്ര വൃത്തിയിൽ വരിക, സൗന്ദര്യത്തോടുകൂടെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുക, സൗന്ദര്യത്തിൽ വരിക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക. ഇവിടെ രണ്ടാളുകൾ ഇടയിൽ വേർപെടുത്തി അതിന്റെ മുന്നിലേക്ക് ചാടിക്കിടക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വെറും ഒരു സ്വപ്ന ചാടിക്കിടക്കൽ മാത്രമല്ല. നാം എവിടെ പോകുമ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല. ഒരു വേദിയിലേക്ക് കടന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത വിധത്തിലായിരിക്കണം നാം ഇരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഈ മര്യാദകളെല്ലാം തന്നെ ജനങ്ങൾ സംഗമിക്കുന്ന എല്ലാ വേദികളിലും മുസ്ലിങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട നിയമങ്ങളെല്ലാം മസ്ജിദിൽ വരുമ്പോൾ മാത്രമല്ല, കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, മീറ്റിംഗിന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരും പള്ളിയിൽ തുപ്പാൻ പാടില്ല. അഥവാ കൂടാതെ കഴിയാതെ പള്ളിയിൽ തുപ്പി എന്ന് വരികയാണെങ്കിൽ ആ തുപ്പലിന്റെ അംശം നിങ്ങൾ നീക്കം ചെയ്യലാണ്, വൃത്തിയാക്കലാണ് ആ തുപ്പിയതിനുള്ള പ്രായശ്ചിത്തം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഒരു മസ്ജിദിൽ മാത്രം ബാധകമല്ല. ആളുകൾ കൂടുന്നിടത്ത് വഴികളിൽ കാൽപ്പിച്ച് തുപ്പുമ്പോൾ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ചില കാരണവന്മാരൊക്കെ മുറുക്കാൻ ചവച്ചുകൊണ്ട് റോട്ടിലേക്ക് വലിച്ചു തുപ്പുന്ന ഈ സിസ്റ്റം ഇസ്ലാമിനെതിരാണ്, ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പല പുകവലി വ്യാപകമായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എന്തായാലും പുകവലി കുറവാണ്. അതിന് അല്ലാഹുവിന്റെ സ്തുതി. പുകവലി വ്യാപകമായിരുന്ന കാലഘട്ടത്തിൽ സുജൂദിൽ കഴിയുന്ന സമയത്ത്, നിസ്കാരത്തിൽ സുജൂദിൽ പങ്കെടുക്കുന്ന സമയത്ത് പുകവലിക്കാരന്റെ അടുക്കൽ അയാളുടെ വിശ്വാസം ശ്വസിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥ പലപ്പോഴും നമുക്കെല്ലാം ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അയാളുടെ പുകയിലയുടെ മണം കലർന്നിട്ടുള്ള വിശ്വാസം നമ്മെ ദ്രോഹിക്കുന്നുവെങ്കിൽ നാം ആ വലിക്കുന്ന ആൾ പള്ളിയിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന്. ഉള്ളിൽ നിന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അതിന്റെ സാരം, ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിയുടെ ഗന്ധം ഉണ്ടായിരിക്കും. ഉള്ളിയുടെ ഗന്ധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുർഗന്ധം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഗന്ധം അത് വഹിച്ചുകൊണ്ട്, അതിനെയും വഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് മാത്രമല്ല, ആളുകൾ ഒരുമിച്ച് കൂടുന്ന അങ്ങാടിയിലേക്ക്, പൊതുയോഗങ്ങളിലേക്ക് മറ്റും പോകാൻ പാടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നേരെ ചൊവ്വെ ചിന്തിക്കുന്ന ആർക്കും ഇസ്ലാമിന്റെ ഇത്തരം നിത്യ നൂതന സന്ദേശങ്ങൾക്ക് മുമ്പിൽ വിനയാന്വിതനായിട്ട് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ചൊവ്വാഴ്ച മാതൃഭൂമി ദിനപത്രത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയുടെ ഒരു ലേഖനം വന്നിരുന്നു. ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പ്രസക്തിയെ കുറിച്ച് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏതാനും പോയിന്റ് ഇവിടെ പറയുന്നത് അവസരോചിതമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽബറാക്ക എന്നാണ് ആദ്യം ഇട്ടിരുന്ന പേര്. അത് ചേരമാൻ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാക്കാൻ കാരണം ഇസ്ലാം എന്ന് കേട്ടാൽ ഹാലിളക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാം മതത്തിന്റെ ആത്മീയ വിശ്വാസ പ്രമാണങ്ങൾക്കൊപ്പം സാമൂഹിക സാമ്പത്തിക ക്രമം സംബന്ധിച്ചും കാഴ്ചപ്പാടുണ്ട്.
ഒരു മുസ്ലിം പണ്ഡിതന്റെ ഭാഷ്യമല്ല, പൊതുവായി ജനറൽ നോളജ് ഉള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു നേതാവിന്റെ വാക്കാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്വത്തിനും കമ്പോളത്തിനും പരമാധികാരം കൽപ്പിക്കാത്ത, സ്വത്തിനും കമ്പോളത്തിനും പരമാധികാരം കൽപ്പിക്കുന്ന ഒന്നല്ല ഇസ്ലാം. മൂന്നാമത്തേത്, ലോകത്ത് സമ്പത്ത് അല്ലാഹുവിന്റെ കൃപയാണ്, അതിന്റെ ട്രസ്റ്റി മാത്രമാണ് മനുഷ്യൻ. 4, കൃഷി, വ്യവസായം, വാണിജ്യം എന്നിവയിലൂടെ ഈ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്ന് ഇസ്ലാമിക് ബാങ്കിങ് പറയുന്നു. ഇത് മനുഷ്യന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാമിക് ബാങ്കിങ് പറയുന്നത്. പക്ഷേ പണം കൊണ്ട് പണം പെരുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ല. കാരണം പണത്തിന് അതിൽ തന്നെ മൂല്യമില്ല. അതുകൊണ്ടാണ് റിബ അല്ലെങ്കിൽ പലിശ ഇടപാടുകളെ ഹറാമായി അഥവാ നിഷിദ്ധമായി ഇസ്ലാം കാണുന്നത്. 7ാമത്തെ പോയിന്റ്, പലിശ മാത്രമല്ല, ഊഹക്കച്ചവടവും ചൂതാട്ടവും അഴിമതിയും ഹറാമാണ്. കമ്പോളത്തിന്റെ പരമാധികാരം മനുഷ്യനല്ല ഉള്ളത്. ഇസ്ലാം കമ്പോളത്തിന്റെ പരമാധികാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കുത്തകയും അതിന് കവിഞ്ഞ അതിസമത്വവും പാടില്ല. എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. എല്ലാവരും അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് നൽകണം. സകാത്തിന്റെയും സദഖയുടെയും അടിസ്ഥാനത്തിലുള്ള ഉൾച്ചേർന്ന വികസന സങ്കല്പമാണ് ഇസ്ലാമിന്റെ ബാങ്കിങ് വ്യവസ്ഥ. കമ്പോളം സാമൂഹിക നിയന്ത്രണത്തിന് കീഴിൽപ്പെടണം എന്നുകൂടി ഇസ്ലാം പറയുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്ന വലിയ ലേഖനമാണ്. ഞാൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത് നമ്മിൽ നിന്ന് എത്ര പേർക്ക് ഇതിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. നാം മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക് ബാങ്കിങ് ഇന്ന് ലോകതലത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ച സമയത്ത് ആഗോള വ്യാപകമായി കഴിഞ്ഞ വർഷങ്ങളിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത് ലോക സാമ്പത്തിക പണ്ഡിതന്മാർ പ്രതീക്ഷ അർപ്പിച്ചത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിലായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇസ്ലാമിൽ ഏത് വിഷയങ്ങളുണ്ടോ, ഇപ്പോ നിസ്കരിക്കുന്ന ഉളവെടുക്കുന്ന സമയത്ത് പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ജുമുഅയ്ക്ക് വരുന്ന ഒരാൾ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച് സംസാരിച്ചിട്ടാണ് നാം ഇവിടെ എത്തിയത്. കുളി, എണ്ണതേക്കൽ, സുഗന്ധം, വൃത്തി, സൗന്ദര്യം, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക തുടങ്ങിയ ഇത്തരം മര്യാദകൾ പാലിച്ചുകൊണ്ട് നേരത്തെ തന്നെ ശാരീരികമായും മാനസികമായും ജുമുഅയ്ക്ക് വേണ്ടി സത്യവിശ്വാസികൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ തയ്യാറാവുന്നവർക്ക് മാത്രമാണ് ജുമുഅയുടെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയുക, ജുമുഅ കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ജുമുഅയുടെ പ്രത്യേകത? ജുമുഅയ്ക്ക് പങ്കെടുത്താൽ പാപം പൊറുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നമ്മിൽ നിന്നുണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ജഗന്നിയന്താവായ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നു. നമ്മുടെ മാപ്പ് അവൻ പ്രഖ്യാപിക്കുന്നു. നമ്മോട് അവൻ വിടുതൽ, നമ്മോട് അവന്റെ കൃപയും കാരുണ്യവും ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ആ കൃപ വേണമെങ്കിൽ, ആ സ്നേഹം വേണമെങ്കിൽ, അങ്ങനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ മാനസികമായി നാം നേരത്തെ ജുമുഅയ്ക്ക് വേണ്ടി തയ്യാറാവണം. വീട്ടിൽ നിന്നേ തുടങ്ങണം. പലരും ഓഫീസുകളിൽ പോകുന്നവരാണ്, പലരും വിദ്യാലയങ്ങളിൽ പോകുന്നവരാണ്, പലരും പല തിരക്കുള്ള സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരും മറ്റുമാണ്. എന്നാൽ നിങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം വേണം. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ട്? സത്യവിശ്വാസി സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആ ദിവസത്തിൽ പരമാവധി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മിൽ എത്ര പേർ സ്വലാത്ത് ചൊല്ലി? ഇന്ന് എത്ര പേർ എത്ര സ്വലാത്തുകൾ നാം ചൊല്ലി? ഇന്ന് നാം സൂറത്തുൽ കഹ്ഫിന്റെ എത്ര ആയത്തുകൾ പാരായണം ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള ഈ ബാധ്യതകൾ, ഈ ആദാബുകൾ പാലിക്കുന്നവർക്കാണ് വെള്ളിയാഴ്ച
ജുമുഅ കൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ആ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. അങ്ങനെ ഈ മര്യാദകളെല്ലാം പാലിച്ച് ആളുകളെ ചവിട്ടിക്കിടക്കാതെ നേരെ മസ്ജിദിലേക്ക് വരണം. എന്നിട്ട് ഒന്നാം സഫിൽ തന്നെ സ്ഥലം പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാം സഫിന്റെ യഥാർത്ഥമായ പ്രതിഫലം നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ മത്സരിക്കുമായിരുന്നു എന്ന്. ലൗ യഅലമുന മാ ഫി സഫിൽ അവ്വൽ ലകാനത ഖുർആൻ എന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഒന്നാം സഫിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ അതിൽ ഇരിക്കുന്ന ആരാണ് ഇരിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം നറുക്കിടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അടിയൊപ്പിക്കൽ നമസ്കാരത്തിന്റെ സമ്പൂർണ്ണതയാണ് എന്ന് മറ്റൊരു ഹദീസും ഇവിടെ പ്രസ്താവ്യമാണ്. സഫൂഹു സുഫൂഫക്കും ഫഇന്ന തസ്ബിയത സുഫൂഫ് മിൻ ഇഖാമത്തിസ് സ്വലാത്ത്. നിസ്കാരത്തിന്റെ സമ്പൂർണ്ണത സഫിന്റെ അടിയൊപ്പിക്കലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മിൽ പലരുടെയും അവസ്ഥ എന്താണ്? നാം എവിടുന്നാണ് സഫ് തുടങ്ങാറുള്ളത്? പലരും പള്ളിയിലേക്ക് നേരത്തെ വരാറുണ്ട്. ഇവിടെയും ചിലപ്പോൾ ചില കാഴ്ചകൾ കാണാറുണ്ട്. നാം സഫ് തുടങ്ങുന്നത് ഏറ്റവും പിന്നിൽ നിന്നാണ്. ഏറ്റവും പിന്നിൽ നിന്നാണ് നാം സഫ് തുടങ്ങുന്നത്. ഏറ്റവും പിന്നിൽ നിന്ന് പതിവായി സഫ് തുടങ്ങിയാൽ സഹോദരങ്ങളെ പേടിക്കേണ്ടിയിരിക്കുന്നു. അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വാണിംഗ് ചെയ്യുകയാണ്, ലാ യസാലു ഖൗമുൻ യതഅഖറൂന അനിസ് സഫിൽ അവ്വൽ ഹത്താ യുഅഖിറുഹും ഫിന്നാർ. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ആളുകൾ പിന്നാമ്പുറത്തേക്ക് സഫിന്റെ അവസാന കടികളിലേക്കാണ് പതിവായി പോകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അത് ശീലിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്നാൽ അവരുടെ ആ പതിവ് അല്ലാഹു അവരെ നരകത്തിലേക്ക് നീക്കി വെക്കാൻ കാരണമാകും. അങ്ങനെ പതിവായി അവസാനത്തെ സഫ് തെരഞ്ഞെടുത്ത് അവസാനത്തെ സഫിൽ പോയി ജുമുഅക്ക് പങ്കെടുക്കുന്നവരെ അവരെ അല്ലാഹു തആല നരകത്തിലേക്ക് മാറ്റി നിർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, പേടിക്കേണ്ട വിഷയമാണ്, ബേജാറാകേണ്ട വിഷയമാണ്. ആയതുകൊണ്ട് മസ്ജിദിലേക്ക് വന്ന് എവിടെയാണ് മുന്നിൽ ഒരു ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കണം നാം ഇരിക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ്, ഖൈറു സുഫൂഫിർ റിജാൽ അവ്വലുഹാ വശറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശറുഹാ അവ്വലുഹാ. പുരുഷന്മാരുടെ സഫിൽ നിന്ന് ഏറ്റവും പുണ്യമുള്ള സഫ് ഒന്നാമത്തെ സഫാണ്. പുരുഷന്മാരുടെ സഫിൽ നിന്ന് ഏറ്റവും ചീത്തയായ സഫ് ഏറ്റവും പിന്നിലുള്ള സഫാണ്. സ്ത്രീകളുടെ സഫിൽ നിന്ന് ഏറ്റവും മോശമായ സഫ് മുന്നിലുള്ള സഫാണ്. സ്ത്രീകളുടെ സഫിൽ നിന്ന് ഏറ്റവും പുണ്യമുള്ള സഫ് ഏറ്റവും പിന്നിലുള്ള സഫാണ്. സ്ത്രീകളുടെ സഫ്, അവരുടെ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം പിൻഭാഗത്ത് നിൽക്കലാണ്. പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം മുൻഭാഗത്ത് നിൽക്കലാണ്. സ്ത്രീകളും പുരുഷന്മാരും കൂടി ഒരുമിച്ച് കൂടുന്ന നമസ്കാരങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ വളരെ, ഇതിന്റെ പ്രസക്തി വളരെ പ്രസ്താവ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കണം. ആണിന്റെയും പെണ്ണിന്റെയും ബന്ധങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു യാന്ത്രികമായിട്ടാണ് പലപ്പോഴും നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത്. യാന്ത്രികമായി നമസ്കാരങ്ങളിൽ പങ്കെടുത്താൽ നമുക്ക് അതിന്റെ പ്രതിഫലം കാണാൻ കഴിയില്ല. ഞാൻ ഒരു ദിവസം വന്നവിടെ ഈ മസ്ജിദിന്റെ മുകളിൽ കയറി. ആ മുകളിൽ ഒരു ഭാഗത്ത് ചുമരിൽ കുറെ ലവ്വേഴ്സിന്റെ പേരാണ് കണ്ടത്. മസ്ജിദിൽ വന്ന് ജുമുഅക്കിരിക്കുന്ന സമയത്ത് ലവ്വേഴ്സിന്റെ പേര് എഴുതാൻ ധൈര്യം വേണമെങ്കിൽ എന്താണ് സ്ഥിതി? എന്താണ് അവർ ജുമുഅക്ക് പങ്കെടുക്കുമ്പോൾ അവരുടെ മാനസികമായ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുമ്പിലുള്ളതും സ്ത്രീകളുടെ സഫുകളിൽ നിന്ന് ഏറ്റവും പുണ്യമായ സഫ് ഏറ്റവും പിന്നിലുള്ളതുമാണ്. അങ്ങനെ സഫിന്റെ പ്രത്യേകത അങ്ങനെ സഫ് നമുക്ക് പരമാവധി മുന്നിലുള്ള സഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടതെന്താണ്? തഹ്യ്യത്ത് നമസ്കരിക്കണം. പിന്നെ അവരെ കൊണ്ട് കഴിയുന്നത്ര നിസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കണം. നമസ്കരിച്ചുകൊണ്ട് നാം ഹൃദയത്തെ സജ്ജമാക്കണം. എന്തിനു വേണ്ടി? ഖുത്ബയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുവാൻ വേണ്ടി. നമ്മിൽ പലപ്പോഴും പലരും നമസ്കാരത്തിന് വരൽ എങ്ങനെയാണ്? ജുമുഅക്ക് വരൽ എങ്ങനെയാണ്? ജുമുഅക്ക് വരല് ഇമാം
തക്ബീർ കെട്ടാൻ കാത്തു നിൽക്കുകയായിരിക്കും പലരും പുറത്ത് വെയിറ്റിംഗിലായിരിക്കും. പുറത്ത് അവിടെ തങ്ങി നിൽക്കുന്നവരുണ്ടായിരിക്കും. ഇമാം തക്ബീർ കെട്ടട്ടെ എന്നിട്ട് വേണം മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറാൻ. പ്രിയപ്പെട്ടവരെ, അപകടകരമാണ്. അശ്രദ്ധ നമുക്ക് ആപത്ത് വിളിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് ഇത് മാറണം. എന്നിട്ട് നാം നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ, ഈ ജുമുഅക്ക് പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിന്റെ പ്രയോജനം, യഥാർത്ഥമായ പ്രയോജനം നമ്മെ ശുദ്ധീകരിക്കലാണ്, നമ്മുടെ പാപങ്ങളിൽ നമ്മെ വൃത്തിയാക്കലാണ്. ഇങ്ങനെ ഇവിടെ പറയപ്പെട്ട കുറച്ച് മര്യാദകൾ പറഞ്ഞു. ആ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് അങ്ങനെ മുമ്പിലുള്ള സഫുകളിൽ വന്നിരുന്ന് പിന്നെ തഹിയ്യത്ത് നമസ്കരിക്കണം. തഹിയ്യത്ത് വളരെ പ്രാധാന്യമുള്ള നമസ്കാരമാണ്. മസ്ജിദിൽ വന്നിട്ട് ആരും നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. മസ്ജിദ് ജുമുഅക്ക് വന്ന ആളുകൾ എപ്പോഴാണ് മസ്ജിദിൽ വന്ന് അപ്പം നിസ്കരിച്ചിട്ടേ ഇരിക്കാവൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമൽ ജുമുഅ. ഇത് ജാഅ റജുലുൻ ഫഖാല ലഹു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സല്ലൈത യാ ഫുലാൻ ഖാല ലാ ഖാല ഖും ഫക്കബ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഫുലാൻ എന്ന് വിളിക്കൽ വളരെ കുറവാണ്. ഫുലാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. പ്രവാചകൻ വളരെ ആദരവോടുകൂടിയാണ് ആളുകളെ അഭിസംബോധന ചെയ്യാറുണ്ട്. എന്നാൽ മസ്ജിദിലേക്ക് ഒരാൾ കടന്നു വരികയും അയാൾ തഹിയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തില്ല എന്നത് പ്രവാചക തിരുമേനിയുടെ അദ്ദേഹത്തിന്റെ വേദനയാണ്. പ്രവാചകൻ അദ്ദേഹത്തോട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു, മനുഷ്യ എഴുന്നേറ്റ് നിൽക്കും, താങ്കൾ തഹിയ്യത്ത് നമസ്കരിച്ചു? എങ്കിൽ എഴുന്നേൽക്കുക, എന്നിട്ട് തഹിയ്യത്ത് നമസ്കരിക്കുക, എന്നിട്ടിരിക്കുക. അപ്പോ ഒരു മനുഷ്യൻ ആദ്യമായി മസ്ജിദിലേക്ക് വന്നാൽ മസ്ജിദിനോടുള്ള ബാധ്യത പുലർത്തണം. എതുപോലെ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ആദ്യമായി അഭിവാദനം പറയും, ആദ്യമായി സലാം പറയും. ആ സലാം പറയുന്ന സ്ഥാനത്താണ് ഒരു മുസ്ലിമായ മനുഷ്യൻ മസ്ജിദിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ അയാൾ ആ പള്ളിയോട് പുലർത്തുന്ന, പള്ളിയിൽ നിസ്കരിക്കുന്ന തഹിയ്യത്ത് നമസ്കാരം യഥാർത്ഥത്തിൽ സലാം പറയുന്നതിന്റെ സ്ഥാനത്താണ്, അഭിവാദ്യത്തിന്റെ സ്ഥാനത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ തഹിയ്യത്ത് നമസ്കരിക്കണം. തഹിയ്യത്ത് നമസ്കരിച്ച ശേഷം പിന്നെ ഇമാം ഖുത്ബ തുടങ്ങി. ഇമാം ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുത്ബ സശ്രദ്ധം വീക്ഷിക്കുക, കാത് കൂർപ്പിച്ച് കേൾക്കുക, ഹൃദയം തുറന്ന് കേൾക്കുക. പ്രസംഗത്തിന്റെ ചടുലതയല്ല നോക്കേണ്ടത്, പ്രസംഗത്തിന്റെ സാഹിത്യ ചാരുതയല്ല നോക്കേണ്ടത്, പ്രസംഗ ശൈലിയല്ല ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും കൽപ്പനയാൽ തരുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. എന്തെങ്കിലും എന്റെ വ്യക്തി ജീവിതത്തിന് ഇയാൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ ഇല്ലേ എന്ന് കൽബ് തുറന്നുകൊണ്ട് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഖുത്ബയെ സംബന്ധിച്ചുകൊണ്ട് ദൈവിക സ്മരണ, അല്ലാഹുവിന്റെ ഓർമ്മ, റബ്ബിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം ഖുത്ബകൾ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ധാരാളമായിട്ട് ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുന്ന വാചകവും മജസ്സുകളും വാക്കുകളുമാണ് ഖതീബിന്റെ ഖുത്ബയിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ പൊതുവർത്തമാനങ്ങൾ ധാരാളം പറയാനുണ്ടാകും, അതുപോലെ തന്നെ നാടൻ വർത്തമാനങ്ങൾ പറയാനുണ്ടാകും, ലോകവിവരങ്ങൾ വിളമ്പാനുണ്ടാകും. എന്നാൽ ലോകവിവരങ്ങൾ അറിയാൻ മീഡിയകളില്ല. എത്ര ദിനപത്രങ്ങൾ നമുക്കുണ്ട്, എത്ര ചാനലുകളുണ്ട്. പല വാർത്താമാധ്യമങ്ങളും ഉപയോഗിക്കുന്നവരും വിനിയോഗിക്കുന്നവരും മാത്രമല്ല, സ്വന്തം പോക്കറ്റിൽ ഏത് മീഡിയകളും അവൈലബിൾ ആയ അവസ്ഥയിൽ നടക്കുന്നവരുമാണ് നമ്മിൽ പലരും. ആയതുകൊണ്ട് പൊതുകാര്യങ്ങളും ലോകവാർത്തകളും മറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കി. ഖതീബ് ശരിയായി തഖ്വ പറയട്ടെ, ഖതീബ് ഈമാൻ പറയട്ടെ, ഖതീബ് ഇസ്ലാമിന്റെ പ്രസക്തി പറയട്ടെ, ഖതീബ് ആളുകളുടെ കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ സന്നിവേശിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജുമുഅയെല്ലാം ലക്ഷണമൊത്ത ജുമുഅയായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും പാപപ്പെട്ടവരും തെറ്റുകളും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ വിശാലമായ ഒരു മനസ്സുകൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الذي خلق الإنسان من علق وجعله خليفة في الأرض وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إخوتي الإيمان، إن الله سبحانه وتعالى يأمركم بالأمر الذي بدأ به بنفسه وثنى بملائكته بقدسه وثلث بكم أيها المؤمنون حيث قال مؤمرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن خلفاء الراشدين سيدنا أبي بكر وعمر وعثمان وعلي بن أبي طالب وسائر الصحابة والقرابة أولئك حزب الله ألا إن حزب الله هم المفلحون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشق خلقنا بالنار، اللهم اغفر لنا وارحمنا، اللهم اغفر ذنوبنا وكفر سيئاتنا وتوفنا مع الأبرار. اللهم اجعلنا من عبادك الصالحين واجعلنا من عبادك المتقين واجعلنا من عبادك المخلصين. اللهم أذل الشرك والمشركين، اللهم انصر جيوش الإسلام والمسلمين، اللهم انصر المجاهدين في كل مكان. اللهم أذل الشرك والمشركين، اللهم أهلك الغلبة من الكافرين والملحدين والنصارى واليهوديين، شتت شملهم فتت جمعهم فل حدهم ولنحس أعلامهم. اللهم خذهم أنت عزيز مقتدر، اللهم طهرهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر الله أكبر.